ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ സമാഗമന കൂടാരത്തെ പറ്റി പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഈ സമാഗമന കൂടാരത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ പലക എന്നുള്ള വിഷയമായി കൂടാരത്തിൻ്റെ പലകയെക്കുറിച്ചാണ്. പൊന്നു പൊതിഞ്ഞ ഈ പലക, കതിരമരം കറുത്തതായിരുന്നു, അത് മരുഭൂമി വളരുന്നതാണ്, അത് വളരെ ആരുള്ളതാണ്, കാഠിന്യമുള്ളതാണ്, കണ്ടാൽ വലിയ ഭംഗിയില്ല. എന്നാൽ അതിനെ വെട്ടിയെടുത്ത് ഈ മരത്തെ ഒരു വിശ്വാസിയോട് സാദൃശ്യമാക്കുമ്പോൾ യോഗ്യതകളൊന്നുമില്ലെങ്കിലും മരുഭൂമി വളരുന്ന ഈ കാഠിന്യമേറിയ അതിനെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വാളുകൊണ്ട് മുറിച്ച് കട്ട് ചെയ്ത് അതിനെ ചിന്തയിലിട്ട് സമമാക്കി കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പലകയാക്കി വെള്ളി ചൂടിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. വെള്ളി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ഇതിനെ പൊന്നു പൊതിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഇപ്പോൾ കതിരമരത്തെ ഇവിടെ ആർക്കും കാണാൻ സാധിക്കത്തില്ല, പൊന്നാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുമുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ദൂരെ നിന്ന് സമാഗമന കൂടാരം കാണുന്ന ഒരു വ്യക്തിക്ക് വെറും തകശുതോലെ കാണാൻ പറ്റത്തുള്ളൂ, ആകർഷങ്ങളൊന്നുമില്ല. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ, ഗാലിലെ സിമ്പിൾ സിറ്റിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് വലിയ സൗന്ദര്യങ്ങളോ ഒന്നും ആർഭാടങ്ങളോ ഒന്നുമില്ല. പക്ഷേ സ്തോത്രം, ആലയത്തിനകത്ത് കയറി കഴിയുമ്പോഴാണ് ഇത് മുഴുവൻ പൊന്നുകൊണ്ടുള്ളതാ മനോഹരമായ ആലയമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആലയത്തിനുള്ളിൽ വരുന്നവർക്ക് ഇതിന്റെ അനുഗ്രഹത്തെ രുചിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. പുറമെ ദൂരെ നിന്ന് കാണുന്ന വ്യക്തി അവർക്ക് ഒന്നും ആലയത്തെക്കുറിച്ച് മനസ്സിലാകത്തില്ല. സ്തോത്രം. കറുത്ത ഒരു കൂടാരം മാത്രം. അങ്ങനെ നമ്മൾ പലകയെക്കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരല്പമായി ചിന്തിച്ചു ഇതിന്റെ അത്താഴങ്ങളെ കുറിച്ച്, ഈ ബാറിനെ കുറിച്ച് ചിന്തിച്ചു. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് അതിനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് കൊണ്ട് സമയത്തിന്റെ കുറവ് കൊണ്ട് വായിപ്പിക്കുന്നില്ല. എങ്കിൽ തന്നെ നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്തു വെച്ചേരെ. സമാഗമന പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തു വെച്ചേരെ, ആവശ്യമെങ്കിൽ വായിപ്പിക്കാം. നമ്മൾ ഇതിനകത്ത് 5 അത്താഴങ്ങളെ കുറിച്ച്, ബാറിനെ കുറിച്ചും ഇതിന്റെ റിങ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചിന്തിച്ചു. നോക്കണമേ, 5 അത്താഴങ്ങൾ. ഇത് പുതിയ നിയമത്തിലെ 5 എഴുത്തുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൊന്നു പൊതിഞ്ഞിരിക്കുന്നതാണ്. ഈ റിംഗ് ഒക്കെ പൊന്നു പൊതിഞ്ഞതാണ്. നോക്കിക്കേ, ഈ 5 അത്താഴങ്ങളാണ് മരുഭൂമിയിലെ അതിശക്തമായ കൊടുങ്കാറ്റുകൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നോക്കണമേ ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, സഭ ഉലഞ്ഞു പോകാതെ യൂണിറ്റിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ അത്താഴങ്ങളാണ്. സ്തോത്രം. അപ്പോസ്തോലിക ശുശ്രൂഷകളാണ്, സ്തോത്രമാണ് നോക്കണമേ സഭ എന്നും നിലനിർത്തുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാർ, അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തന്നെ കള്ളന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, പട്ടിണി കിടന്നത്, പൈതാഹം, പട്ടിണി, ആപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, ഇങ്ങനെ അനേക വിഷയങ്ങളെ കുറിച്ച് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. അങ്ങനെ നോക്കണമേ, അപ്പോസ്തോലികമാകുന്ന ശുശ്രൂഷകൾ, പുതിയ നിയമയുടെ ശുശ്രൂഷകളാണ് സഭയെ എന്നും പിടിച്ച് ഐക്യതയോടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ റിങ്ങുകളൊക്കെ നോക്കണമേ, ഈ പലക എപ്പോഴും വരെ നിൽക്കുന്നു, പലക യോജിച്ചു നിൽക്കുന്നു, പലക പൊന്നിനാൽ പൊതിയപ്പെട്ടതാണ്. പലക ഒരിക്കലും ചാഞ്ഞും ചെരിഞ്ഞുമല്ല പലക അകന്നല്ല നിൽക്കുന്നത്. പലകകൾ ഒരുമയോടെ നിൽക്കുന്നത്. അത് ദൈവ മക്കളുടെ സ്തോത്രം ഒന്ന് നിവർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ പൈതൽ, സ്തോത്രം, വിശുദ്ധിയിലും പ്രമാണത്തിലും ദൈവത്തിനു വേണ്ടി സാക്ഷിയായി ദൈവത്തെ ഉയർത്തുന്ന ഒരു ദൈവവിധനെയാണ് കാണിക്കുന്നത്. സ്തോത്രം. രണ്ടാമത്, പലക നിവർന്നു നിൽക്കുന്നു, നേരെ നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു, ഐക്യതയോടെ നിൽക്കുന്നു. നോക്കണമേ, ഈ സഭയെ ഐക്യതയോടെ നിർത്തുക. നോക്കണമേ ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളൊക്കെയാണ് സഭയെ എഡിറ്റ് ചെയ്തുകൊണ്ട്
ഐക്യതയോടെ, ബലത്തോടെ, ശക്തിയോടെ നിൽക്കുന്നു. സ്തോത്രം. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകളെല്ലാം തേജസ്സിന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ പണിയുന്ന ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ സഭ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ ഐക്യതയോടെ സ്നേഹത്തിൽ നിർത്തുന്നതാണ്. ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, വളർത്തുന്ന ശുശ്രൂഷയാണ്, എക്വിപ്പ് ചെയ്യുന്ന ശുശ്രൂഷയാണ്, ശക്തീകരിക്കുന്ന ശുശ്രൂഷയാണ്. സ്തോത്രം. നോക്കിക്കേ, ഈ നടുക്കത്തെ അത്താളങ്ങൾ ഇതിന് നടുക്കൂടെ കടന്നുപോയി ഇരിക്കുന്നു. ഈ എൻഡ് മുതൽ middle bar in the center of the board shall be pass through from the end to the end. സ്തോത്രം. ഈ മിഡിലത്തെ ബാറ് ഈ അകത്തൂടെ കടന്നുപോയാണ്. നോക്കണമേ, അത് അകത്തൂടെ കടന്നുപോയാണ് ഈ പലകകളെ പ്രതികൂലമായ കൊടുങ്കാറ്റിൽ, നോക്കണമേ, മരുഭൂമിയിലെ അതിശക്തമായ കാറ്റിൽ, എപ്പോഴും കാറ്റടിക്കുന്ന, എപ്പോഴും മണൽ കാറ്റടിക്കുന്ന ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ആടി ഒലയാതെ അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ 4 ബാറിന്റെ കൂടാതെ അകത്തൂടെ പോയിരിക്കുന്ന ശക്തമായ ബാറാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-12 വരെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുവീൻ. എഫേസ്യ ലേഖനത്തിൽ തന്നെ ആ അധ്യായത്തിൽ 7 ഐക്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, ദൈവസഭ മരുഭൂമിയിൽ, സ്തോത്രം, പിടിച്ചു നിൽക്കാൻ മേലാത്ത പ്രതികൂലങ്ങൾ ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. രാജാക്കന്മാരിൽ നിന്നും, ചക്രമാർത്തകന്മാരിൽ നിന്നും, നാസികന്മാരിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, പെരുങ്കാറ്റിൽ നിന്നും അനേക പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നോക്കണമേ, പീഡനങ്ങൾ, അനേക വിശുദ്ധന്മാർ രക്തസാക്ഷിയായി മരിക്കുന്ന അതിഭയങ്കരമായ പീഡനത്തിൽ കൂടി സഭ പിളർന്നു വീണത് മുതൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെയുള്ള സഭാ ചരിത്രം എടുക്ക് അനേക കൊടുങ്കാറ്റുകൾ, തകർത്ത് കളയുന്ന കാറ്റുകൾ, ഈശാലമൂലം കാറ്റുകൾ, തൂത്തിയടിക്കുന്ന കാറ്റുകൾ, നശിപ്പിക്കുന്ന കാറ്റുകൾ, കാട്ടുതീകൾ പലതും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവസഭ ഇന്നുവരെയും, സ്തോത്രം, നശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. സ്തോത്രം. കാരണം ആത്മാവിന്റെ ഐക്യത പരിശുദ്ധാത്മാവിലാണ്. നോക്കണമേ, വിശ്വാസികൾ തമ്മിൽ അവരെ യോജിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. സ്തോത്രം. നോക്കണമേ, ശത്രുവിന്റെ ഒരു തന്ത്രങ്ങളും ദൈവസഭയ്ക്ക് ഏക്കത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെല്ലാം ജയിക്കരുത് പറഞ്ഞതായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രോമിസ് ഒന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഇന്നുവരെയും സഭയെ തച്ചുടയ്ക്കുവാൻ, സഭയെ ഉടയ്ക്കുവാൻ ഹല്ലേലൂയ ഉള്ള എടുത്തിട്ടുള്ള ആയുധങ്ങൾ തകർന്നു പോയിട്ടേ ഉള്ളൂ. സഭ തകർന്നു പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനേക കൂടങ്ങൾ, ഇരുമ്പ് കൂടങ്ങൾ വെച്ച് സഭയെ അടിച്ച് തകർക്കാൻ നോക്കി. ആ കൂടങ്ങൾ തകർന്നു പോയിട്ടേ ഉള്ളൂ. ദൈവസഭ തകർന്നു പോയിട്ടില്ല. ദൈവസഭയ്ക്ക് വെട്ടിയിട്ടുള്ള എല്ലാ വാളുകളും അതിന്റെ മൂർച്ച പോയി, അതിന്റെ വാർത്തല പോയി ഒടിഞ്ഞു പോയതേ ഉള്ളൂ. ദൈവസഭ ഇന്നും ശക്തമായി നിൽക്കുന്നു. സ്തോത്രം. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, വീഴുന്നവരെയും തകർന്നവരെയും പരാജയപ്പെട്ടവരെയും നോക്കിയല്ല നാം ക്രിസ്തു ജീവിതം ചെയ്യുന്നത്. സ്തോത്രം. ഈ കാറ്റുകളുടെ മുമ്പിൽ, ഈ പ്രതികൂല കാറ്റുകളുടെ മുമ്പിൽ അനേകർ വിശ്വാസ കപ്പൽ തകർന്നു. അനേകർ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോയപ്പോൾ, സ്തോത്രം, പിന്മാറിപ്പോയവനെയും പരാജയപ്പെട്ടവനെയും കൃപ നഷ്ടപ്പെട്ടവനെയും, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടവനെയും നോക്കിയല്ല, സ്തോത്രം, വീണ് കിടക്കുന്നവന്റെ മുകളിൽ കൂടെ ശത്രുവിനെ വെട്ടി, സ്തോത്രം, സിംഹത്തിന്മേലും മണലിന്മേലും ചവിട്ട് ബാലസിംഹനെയും പെരുമാവിനെയും മരിച്ചു കഴിഞ്ഞുകൊണ്ട് ജയത്തിന്റെ ജയഭേരി മുഴക്കി, സ്തോത്രം, ഐക്യതയുടെ ആത്മാവിന്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ദൈവസഭ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, സ്തോത്രം, പ്രതികൂലങ്ങൾ പലതും കടന്നു വരാം. സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരാം. ഐക്യതയ്ക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ കടന്നു വരാം. സ്തോത്രം. എന്നാൽ ദൈവസഭ ആടി ഒലയത്തില്ല. ആത്മാവിന്റെ ബന്ധത്തിലാണ് ദൈവമക്കളെ ദൈവം ഒരുപോലെ യോജിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ബലഹീനത കടന്നു വരുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ശരീരമായ ബലഹീനതകളോ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ, ദൈവ
ദൈവജനത്തിന് ഹല്ലേലൂയ എല്ലാവർക്കും അത് ഒരുമിച്ച് അത് ആ ഭാരം വഹിച്ച് എല്ലാ ദൈവമക്കളും ആ വേദനകൾ ചുമന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിലും അവരുടെ ഭാരത്തിലും അവരുടെ കഷ്ടതയിലും അവരെ ബലപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ശാരീരികമായും ഫൈനാൻഷ്യലായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും സ്തോത്രം അവരെ എക്വിപ്പ് ചെയ്ത് ഐക്യതയോടെ ബലത്തോടെ നിർത്തുന്നതാണ് ദൈവസഭ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 44-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അവർ ഒന്നിച്ച് കൂടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഒന്നിച്ച് മാളിമുറി കൂടുമരുകയല്ലായിരുന്നു. സ്തോത്രം. ഒന്നിച്ച് അന്യഭാഷ മാത്രം പറയുകയില്ലായിരുന്നു. അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ അവര് ഒന്നിച്ചു കൂടി വന്നു. അവർ ഉപദേശം കേട്ടു, അവർ കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പഞ്ഞുറുക്കി, അവരെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നോക്കിക്കേ സ്തോത്രം. ദൈവ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ രഹസ്യം ഈ നൂറ്റാണ്ടിലും ദൈവസഭകൾ എവിടൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, തഴച്ചിട്ടുണ്ട്, ശക്തി പ്രാപിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം ആത്മാവിന്റെ ഐക്യതയാണ്. സ്തോത്രം. നോക്കിക്കേ സ്തോത്രം. ഈ 4 അത്താളങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ സ്നേഹത്തിന്റെ റിംഗ് ആണ്. പ്രൈസ് ലോർഡ്. സ്നേഹത്തിന്റെ റിംഗ് ആണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കേ. ആ നടുക്കത്തെ അത്താഴം അത് ആത്മാവിന്റെ ഐക്യതയിൽ സ്തോത്രം പരിശുദ്ധാത്മാവിൽ നമ്മെ ഒന്നാക്കി നിർത്തുന്ന സ്തോത്രം ആ പരിശുദ്ധാത്മാവിന്റെ ഐക്യതയാണ് കാണിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഞാൻ ഇന്ന് ഈ സമയത്ത് ആ അത്താളങ്ങൾ എന്നുള്ള വിഷയങ്ങൾ അവിടെ വെച്ചിട്ട് സ്തോത്രം അന്ന് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ സമാഗമന കൂടാരത്തിന്റെ വാതിലിനെ കുറിച്ചാണ്. സ്തോത്രം. 3 വാതിലാണ് സമാഗമന കൂടാരത്തിന് ഉള്ളത്. പ്രധാനമായിട്ടും 3 വാതിലുകളാണ് ഉള്ളത്. അതിൽ ഒരു വാതിലിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. ഈ പിക്ചറിൽ കാണുന്ന ഈ വാതിലാണ് പ്രകാരവാതില്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇതൊക്കെ ആദ്യത്തെ ചില ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഇനിയും സമയമെടുത്ത് ഇത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സ്തോത്രം. ഞാൻ പല പ്രാവശ്യം എടുത്ത ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സ്തോത്രം. ഇത് കിഴക്ക് വശത്താണ് ഈ വാതില്. പ്രാകാരത്തെയും പാളയത്തെയും കൂടെ സ്തോത്രം അതിന് നടുക്കായിട്ടാണ് നിൽക്കുന്നത്. ഈ സമാഗമന ഇതിന്റെ ചുറ്റിനും സ്തോത്രം ഇസ്രായേലിന്റെ പാളയങ്ങളാണ്. മുമ്പിൽ പുരോഹിതന്മാരുടെ പാളയമാണ് ഈ സൈഡിലായിട്ട്. മോശയും അഹരോനുമാണ് പ്രധാനമായിട്ട് ഇവിടെ പാർക്കുന്നത്. കിഴക്ക് നിന്ന് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആ കിഴക്കിനെ കുറിച്ച് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഏദം തോട്ടം മുതൽ നിങ്ങൾ നോക്ക്, പാപം ചെയ്ത മനുഷ്യനെ ഏദന് കിഴക്കാക്കി. സ്തോത്രം. കായീൻ പാപം സഹോദരനെ കൊന്നിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്തു. സ്തോത്രം. ലോത്ത് കിഴക്കോട്ട് യാത്ര ചെയ്തു. സ്തോത്രം. അതുപോലെ കിഴക്ക് സീനാർ ദേശത്ത് നിന്ന് നിമ്രോദ് ദൈവത്തിനെതിരായിട്ട് ഒരു ബാബേൽ ഗോപുരം പണിതു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യൻ. നോക്കിക്കേ നിങ്ങൾ എസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്ന സ്തോത്രം ആ ജീവജല നദി, ആ നദി ഒഴുകുന്നത് കിഴക്കോട്ട. സ്തോത്രം. ഒരു വ്യക്തി പാപം ചെയ്ത് കൃപ നഷ്ടപ്പെട്ട് പിന്മാറ്റക്കാരനായി സ്തോത്രം ദൈവദേശത്ത് നഷ്ടപ്പെട്ട് അവൻ എത്ര അകന്നുപോയാലും കിഴക്കോട്ട് യാത്ര ചെയ്താലും ഓർക്കണമേ, അവനെ തേടി വരുന്ന ഒരു കൃപയുടെ നദിയുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും കൃപ നഷ്ടപ്പെട്ടവരായി, ആരെങ്കിലും ആരാധന നഷ്ടപ്പെട്ടവരായി, ആരെങ്കിലും ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടവരായി, ആരെങ്കിലും ഉത്സാഹം നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണമേ, സ്തോത്രം, നിങ്ങൾ എത്ര അകന്നു പോയാലും നിങ്ങളെ തേടി വരുന്നൊരു സ്നേഹം. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ നോക്കണമേ, നസറേന്റെ മാർഗം വിട്ടിട്ട് പഴയ പടകും വലയും എടുത്ത് ഗലീല കടലിൽ, തിബരിയാസ് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് വല കഴുകി പിറ്റേ ദിവസം വീണ്ടും ഈ പരിപാടി തുടങ്ങാനിരിക്കുമ്പോഴാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രാവിലെ സമയം അവരെ തേടിയെത്തി
കുഞ്ഞുങ്ങള് എന്ന് വിളിക്കുന്ന ആ ദൈവ സ്നേഹം, അഗപ്പേ, ത്യാഗകരമായ സ്നേഹം. നോക്കണമേ, സ്തോത്രം. അതിലൂടെ ഒരു ഏത് വ്യക്തി നോക്കണമേ, ആരാധനയ്ക്കായി വരുന്നൊരു വ്യക്തി നോക്കിക്കേ, ഈ കിഴക്ക് വശത്തെ വാതിൽ കൂടിയാണ് വരുന്നത്. ഈ കിഴക്ക് വശത്തെ വാതിൽ വരുമ്പോൾ ഈ വാതിന് 4 കളറാണ്. സ്തോത്രം. അല്ലുടിയ പിരിച്ച പഞ്ഞിനൂല് കൊണ്ടുള്ള കളറ്, നീല, ചുമപ്പ്, ധൂമനൂല്. നോക്കണമേ, ഇത് 4 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു. ഒരുവൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവൻ ആദ്യം യേശു ക്രിസ്തുവിന്റെ മഹത്വം കണ്ടാണ് ആരാധിക്കുന്നത്. യേശുവിന്റെ മഹത്വം കണ്ട് ആരാധിച്ചാൽ സ്തോത്രം, എന്ത് അനുഗ്രഹമാണ്. അവന്റെ ആരാധന, അവന്റെ വിടുതലിന്റെ ഏറ്റവും വലിയ രഹസ്യം യേശു ക്രിസ്തുവിന്റെ മഹത്വം കണ്ട് അവൻ ഹല്ലേലൂയ ഈ പ്രാകാരത്തിലേക്ക് കടമെന്ന് ഈ യാഗപീഠത്തിൽ ആദ്യം അവൻ അവിടെ യാഗം കഴിക്കുകയാണ്. സ്തോത്രം. അത് ഞാൻ കഴിഞ്ഞ ഈ വിശാലമായ എത്ര മനുഷ്യർക്കും കയറാവുന്ന ഈ വലിയ വിശാലമായ വാതിലിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ വാതിലാണ് സ്തോത്രം നമ്മൾ കാണുന്നത് ഈ കൂടാരത്തിന്റെ വാതിൽ. അതായത് ഈ മേളിലത്തെ പിക്ചറിൽ കൂടാരത്തിന്റെ പടമാണിത്. രണ്ടാമത്തെ വാതിലാണ് കൂടാരത്തിന്റെ വാതിൽ. മൂന്നാമത്തെ വാതിലാണ് അതിന് തിരശ്ശീല, വെയിൽ എന്നാണ് ഇത് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം ഇതൊരു വലിയ സ്റ്റഡിയാണ്. അതിനുവേണ്ടി ഒരു ദിവസം മുഴുവൻ കുറഞ്ഞത് എനിക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു 45 മിനിറ്റിലും ഏറ്റവും കുറഞ്ഞത് പറഞ്ഞെങ്കിലേ അത് തീരത്തുള്ളൂ. അത്രയ്ക്കും വലിയ സ്റ്റഡിയാണ്. അത്രയ്ക്കും കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള അടിയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ കൂടാരത്തിന്റെ വാതിലാണ്. സ്തോത്രം. ഈ 3 വാതിൽ, ഒന്ന് വെയില്, ഈ കൂടാരത്തിന്റെ വാതില് അത് വിശുദ്ധ സ്ഥലത്തെയും അതിശുവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ വെയില്, അതുപോലെ പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന അതിനു മധ്യ നിൽക്കുന്നതാണ് ഈ കൂടാരത്തിന്റെ വാതില്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 36 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളാണ് ഇതിന്റെ ഈ വേദഭാഗങ്ങളാണ് ഞാൻ വായിപ്പിക്കാൻ ഇന്ന് രാത്രിയിൽ പ്രത്യേകമായി സമയം ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാള് പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 36, 37 വാക്യങ്ങൾ ഒന്ന് വായിച്ചു തരുന്നത് നല്ലതായിരിക്കും. പുറപ്പാട് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാക്കണം. മറശ്ശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. അതെ. സ്തോത്രം. അതാണ് കൂടാര വാതിലിനെ കുറിച്ചുള്ള വേദഭാഗം നമ്മൾ കാണുന്നത്. സ്തോത്രം. ഈ 3 വാതിലുകൾക്കും ഒരേ കളറാണ്. സ്തോത്രം. 3 വാതിലുകൾക്കും 4 വിധമാകുന്ന കളറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നീലനൂൽ, ധൂപനൂൽ, ചുമന്ന നൂല്, പിരിച്ച പഞ്ഞിനൂല്. സ്തോത്രം. ഈ 4 കളറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് അത് ദൈവത്തിന് മഹത്വത്തിന് നല്ലതായിരിക്കും. ഒന്നാമത് പ്രധാനമായിട്ടും നീലനൂല്, അത് ആകാശത്തിന്റെ കളറാണ്. സ്തോത്രം. അത് നമ്മുടെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. ഡിവിനിറ്റിയാണ് അത് നമുക്ക് കാണിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരുന്നത് ഉപകാരം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. നോക്കണമേ, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ലും പടുത്തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. നീല ദൈവത്തിന്റെ മഹത്വത്തെയും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീല ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ഡിവിനിറ്റിയുമാണ് നീല അവിടെ വിളിച്ചറിയിക്കുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കൃപയാൽ മനുഷ്യന്റെ അടുത്തേക്ക് താണിറങ്ങി വന്ന സ്തോത്രം ദൈവത്തിന്റെ തേജസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ കഴിഞ്ഞ സഭായോഗത്തിൽ ആ വാക്യം എടുത്ത് സ്തോത്രം, അവൻ തേജസ്സുള്ളവനായി
നമ്മുടെ മധ്യയെ പാർത്തതായിട്ട് ഞാനൊരു മെസ്സേജിന്റെ ഭാഗം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗത്തെയാണ് നീല കാണിക്കുന്നത്. രണ്ടാമത്തെ കളറാണ് ഇതിലുള്ളത്, ചുമപ്പ് കളറാണ്. സ്തോത്രം. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം പഴയ നിയമത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യാഗമൃഗങ്ങളെ കൊന്നതിന്റെ രക്തം ചിന്തിക്കുമായിരുന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, എന്നേക്കും മാനവജാതി മനുഷ്യർക്ക് വേണ്ടി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തന്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചീന്തി തന്നു. സ്തോത്രം. അതാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. സ്തോത്രം. പഴയ നിയമ യാഗങ്ങളുടെ രക്തം യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിന് നിഴലാണ്. ഏദനിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാടിനെ അറക്കപ്പെട്ടു. സ്തോത്രം. പെസഹായിൽ ഒരു കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ടു. അത് കഴിഞ്ഞ് സ്തോത്രം, ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ഒരു ആടിനെ അറക്കപ്പെട്ടു. സ്തോത്രം. കാൽവറിയിലെ യാഗം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, സകല മനുഷ്യരും, ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും, ഏത് ജാതിയിൽപ്പെട്ടവനും, ഏത് വർഗത്തിൽപ്പെട്ടവനും, ഏത് ഭാഷയിൽപ്പെട്ടവനും വേണ്ടി, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം ഊറ്റിത്തന്ന്, സ്തോത്രം, മാനവജാതിയെ വീണ്ടെടുത്തു. അപ്പോൾ നോക്കണമേ, ചുമപ്പ് നോക്കിക്കേ, അവിടെ കാണിക്കുന്നത്, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ. നോക്കിക്കണമേ, ഈ കൂടാരത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ, പ്രാകാരത്തിൽ കടന്നു വരുമ്പോൾ, യാഗം കഴിഞ്ഞ് താമ്രത്തൊട്ടി എന്നുള്ള ശുദ്ധീകരണം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ, അവിടെയും ഈ കളറാ കാണുന്നത്. നീല ദൈവത്തിന്റെ ഡിവിനിറ്റിയെ, ദൈവത്വത്തെ കാണിക്കുമ്പോൾ, സ്തോത്രം, ചുമപ്പ് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, രാഘവ് എന്ന വേശ്യ, അവര് എരിഹോവിന്റെ മതിലിന്റെ മുകളിൽ പാർക്കുക. അവള് വീടിന്റെ മുമ്പിൽ ഒരു ചുമന്ന ചരട് കെട്ടിയിട്ടിട്ടാണ് ആ സ്പൈ വർക്കിന് ചെയ്തവർ കടന്നുപോയത്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ കടന്നു വന്ന് എരിഹോവിന്റെ മതില് പിടിച്ച് അത് തകർത്ത്, ദൈവം അത് തകർത്ത് തരിപ്പണമായപ്പോൾ, സ്തോത്രം, അതിനു മുമ്പ് ഈ ചുമപ്പ് ചരട് കണ്ട ഒരു കുടുംബത്തിന് രക്ഷയായി. പ്രൈസ് ദി ലോർഡ്. സംഹാരദൂതൻ ഇസ്രായേലിന്റെ ഭവനങ്ങൾ അടുത്തില്ല. കാരണം കുഞ്ഞാടിന്റെ രക്തം കട്ടൽക്കാൻമേൽ കുറുങ്കണമേൽ പുരട്ടിയിരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം, ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തം കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭക്തിയെ തേച്ച് നമ്മെ അതിൽ, ഹല്ലേലൂയ, കഴുകി, നമ്മെ അതിൽ മുക്കിയെടുത്ത്, നമ്മെ ശുദ്ധീകരിച്ച്, അത് തളിച്ച്, ആ രക്തത്തിന്റെ വിലയാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. മൂന്നാമത്തേതാണ് പിരിച്ച പഞ്ഞിനൂൽ. പിരിച്ച പഞ്ഞിനൂൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനനം മുതൽ അവൻ വിശുദ്ധനാണ്. സ്തോത്രം. വിശുദ്ധനാ. അതിന് 2-3 നടൽ ഞാൻ പറയാം. ലേവ്യ പുസ്തകത്തിലെ ഭോജനയാഗം എന്ന് പറഞ്ഞൊരു യാഗമുണ്ട്. അതിനുപയോഗിക്കുന്നത് നേരിയ മാവ. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ അതിനെ ഫൈൻ ഫ്ലവർ എന്ന നേരിയ മാവ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അതുപോലെ 1 ദിനവൃത്താന്തം 28-18
ഊതിക്കഴിച്ച പൊന്ന, റിഫൈൻഡ് ഗോൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവ് റിഫൈൻഡ് ഗോൾഡാ, ഊതിക്കഴിച്ച പൊന്ന. അതുപോലെ 1 ദിനവൃത്താന്തം 29:4 റിഫൈൻഡ് സിൽവർ, ഊതിക്കഴിച്ച വെള്ളിയ. ഇതൊക്കെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാ ശലോമോൻ. സ്തോത്രം. നോക്കിക്കേ, ഇതൊക്കെ നിഴലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജന്മം മുതൽ, സ്തോത്രം, അവൻ ജനനം മുതൽ അവൻ വിശുദ്ധനാണ്. അവൻ ഊനമില്ലാത്ത കുഞ്ഞാടാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:35 സ്തോത്രം, ആകയാൽ ഉത്ഭവിച്ച വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 4:37 നോക്കണമേ, പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ഭൂതം പോലും വിളിച്ചു പറയുക. സ്തോത്രം. ഉറക്ക നിലവിളിച്ചോണ്ട്, നീയല്ലോ ഏക പരിശുദ്ധൻ, യു എലോൺസ് ആർ ഹോളി. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ യേശു ക്രിസ്തുവിനെ വിധിച്ച കോടതിയിലൊന്നും, സ്തോത്രം, അവന്റെ ശത്രുക്കൾ പോലും, പീലാത്തോസ് പോലും, പീലാത്തോസിന്റെ ഭാര്യ മോതിലും, അവനെ വിസ്തരിച്ച ഒരു കോടതി പോലും ഒരു കുറ്റവും കണ്ടില്ല. അവസാനം ശതാധിപൻ പോലും പറഞ്ഞു, ഇവൻ നീതിമാനാണ്. സ്തോത്രം. ശത്രുക്കൾ പോലും സർട്ടിഫൈ ചെയ്ത ഊനമില്ലാത്ത കുഞ്ഞാട്, യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരാടിനെ അത് പരിശോധിക്കേണ്ട ജോലി മഹാപുരോഹിതന്റെ ജോലിയാ. മഹാപുരോഹിതനിടയ്ക്ക് കൊണ്ടുവരും. മഹോദരൻ അതിനെ മുഴുവൻ നോക്കും. ഇതിനെവിടെങ്കിലും മുറിവിട്ടിട്ടുണ്ടോ, ഇതിന് ഡിസീസ് പറ്റിയിട്ടുണ്ടോ, ഇതിന് ഊനമില്ലാത്ത എന്തൊരു ഊനമുണ്ടോ. സ്തോത്രം. ദൈവമക്കളെ, മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി, ഈ മൊത്തം ലോകത്തിലെ സകല ജനത്തിന്റെ വീണ്ടെടുപ്പിനായി, സ്തോത്രം, ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. സ്വർഗം സർട്ടിഫൈ ചെയ്ത ഊനമില്ലാത്തൊരു കുഞ്ഞാടുണ്ടെങ്കിൽ അത് നസറേയനായ യേശുവാ. അതാ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടുമ്പോൾ, സ്തോത്രം, അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. തേജസ്കരിക്കപ്പെടുന്ന സമയത്ത് മലയിൽ കയറിയപ്പോൾ അവിടെ വെച്ച് യേശു ക്രിസ്തുവിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞല്ലോ. ഈ ലോകത്തിരുന്നപ്പോൾ അവന്റെ യഥാർത്ഥ മഹത്വം വേദപണ്ഡിതന്മാർ പറയുന്നത് അത് മറച്ചു വെച്ച് ജനത്തിന് വെളിപ്പെടാത്തവരിൽ അതിന്റെ പൂർണ്ണത കണ്ട് 3 ശിഷ്യന്മാർ ആ മറുവ മലയിൽ വെച്ച് അവിടെയും ദൈവശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ. സ്തോത്രം. ദൈവമക്കളെ, ശത്രുക്കൾ പോലും ഒരു പാപവും കണ്ടുപിടിക്കാത്ത, സ്തോത്രം, വിശുദ്ധ പ്രജ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ. പിരിച്ച പഞ്ഞിനൂൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധൻ എന്ന്, പരിശുദ്ധനെന്ന് അവിടെ കാണുകയാണ്. സ്തോത്രം. നീലനൂൽ അവന്റെ മഹത്വത്തെ കാണിക്കുമ്പോൾ, ചുമപ്പ് നൂൽ അവന്റെ വീണ്ടെടുപ്പിനെ, രക്തത്താൽ വീണ്ടെടുപ്പിനെ കാണിക്കുമ്പോൾ, പിരിച്ച പഞ്ഞിനൂൽ വിശുദ്ധനായ ദൈവത്തെ വിളിച്ചറിയിക്കുന്നു. ഈ അടുത്തതാണ് പർപ്പിൾ കളറുടെ ധൂമനൂൽ. സ്തോത്രം. ഇത് യേശു ക്രിസ്തുവിന്റെ റോയാലിറ്റിയെ ആണ് കാണിക്കുന്നത്, രാജ്യത്വത്തെയാണ് കാണിക്കുന്നത്. This color, the color purple is associated with royalty. സ്തോത്രം. നമുക്കറിയാമല്ലോ, വേദോസ്തവത്തിൽ പർപ്പിൾ കളർ ധരിച്ചവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്തേറിന്റെ പുസ്തകം 8:15 മോർദെഖായി ചണനൂൽ കൊണ്ടുള്ള രക്താംബരം ധരിച്ച് ആയിട്ട് ദൈവത്താൽ മാനിക്കപ്പെടുന്നതായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലരുടെ 16:14 ത്വീത്തയ പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവരായ ലുദിയ, ധനവാന്റെ വസ്ത്രം. ഇത് ധനവാന്മാർ ധരിക്കുന്ന വസ്ത്രമാ, പട്ടുവസ്ത്രമാ, ചണനൂൽ കൊണ്ടുള്ള വസ്ത്രമാ. ഇത് ധൂമ്ര വസ്ത്രമാണ്. സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും കുലീനതയുടെയും അടയാളമാണ് ഈ ധൂമ്ര വസ്ത്രം. സ്തോത്രം. ഇതുണ്ടാക്കുന്നത് ചണനൂല്. സ്തോത്രം. ഇത് അടിച്ച് ചതച്ചെടുത്ത്
നേരിയ ഹോളിൽ കൂടെ കടത്തിവിട്ട്, സ്ത്രീകളാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത്, ചക്രത്തെ കൂടെ കയറ്റിവിട്ട് നേരിയത് അടിച്ച് ചതച്ചെടുത്ത് നേരെ ഹോളിൽ കൂടെ കടത്തിവിട്ട്, ചക്രത്തിൽ കൂടെ കടത്തി, വളരെ പല പ്രോസസ്സിങ്ങിൽ കൂടി കടത്തി, സ്തോത്രം, നോക്കണമേ, ആണ് ഈ ധൂമനൂൽ ഉണ്ടാക്കുന്നത്. വളരെ ബലവത്തായത്, പൊട്ടിപ്പോകാത്ത, വളരെ ഭംഗിയുള്ള, ധനവാന്മാരെ, ആഡംബരത്തിന്റെ, സ്തോത്രം, രാജാക്കന്മാർ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രമാണ് ഈ പർപ്പിൾ കളർ. സ്തോത്രം, രണ്ട് കളർ തമ്മിൽ ഒരുമിച്ച് യോജിക്കുന്നതാണ് ഈ പർപ്പിൾ. ഒന്നും നീലയും ചുമപ്പും കൂടെ മിക്സ് ചെയ്ത, കളറിങ് മിക്സിങ് ഉള്ളവർക്കറിയാം. രണ്ട് കളർ തമ്മിൽ യോജിച്ചാൽ ഈ പർപ്പിൾ കളർ കിട്ടും. നോക്കിക്കേ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം ആണ് നീല. ചുമപ്പ് രക്തത്താലുള്ള വീണ്ടെടുപ്പാണ്. സ്തോത്രം, ഇത് രണ്ട് യോജിക്കുമ്പോൾ റോയാലിറ്റി കളറാണ് കിട്ടുന്നത്. സ്തോത്രം, ദൈവമക്കളെ, ഒരു വ്യക്തി ആരാധനയ്ക്ക് വേണ്ടി കൂടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മൂന്ന് ഗേറ്റിലും യേശു ക്രിസ്തുവിന്റെ മഹത്വം കാണാം. അവൻ നീല നൂല് അവന്റെ ഡിവിനിറ്റിയെ കാണിക്കുന്നു. ചുമപ്പ് രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. പിരിച്ച പഞ്ഞിനൂൽ അവൻ വിശുദ്ധനെന്ന് കാണിക്കുന്നു, ഊനമില്ലാത്തവെന്ന് കാണിക്കുന്നു. പർപ്പിൾ അവന്റെ രാജ്യത്തെ കാണിക്കുന്നു. സ്തോത്രം, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അസ്തമിച്ചപ്പോൾ അസ്തമിക്കാതെ വിലക്ക് നിൽക്കുന്ന ഇളകാത്തൊരു രാജ്യമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വമാണ്. സ്തോത്രം, ആ രാജ്യത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം, ഈ തൂമ്പറ ഈ വാതിൽ 4 കളർ കൊണ്ടുള്ള ഈ വാതിലില് അനേക ചിത്ര തയ്യലുകൾ കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ലോർഡ്. സ്തോത്രം, ചിത്ര തയ്യൽ കൂടാര വാതിൽ കാണാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ കൈവേല അത്ര ചെയ്ത് ചിത്ര തയ്യൽ ആ യേശു ക്രിസ്തു ശരീരത്തിലേറ്റ പീഡകളെ ആണ് കാണിക്കുന്നത്. സ്തോത്രം, മനുഷ്യന്റെ കൈകൊണ്ട് നെയ്ത ചിത്രത്തയ്യലാണ്. എന്നാൽ നോക്കണമേ, യേശു എന്ന തൻ്റെ ശരീരമാകുന്ന ഈ മറയിലെ, ഈ തിരശ്ശീലയിലെ, നോക്കണമേ, ഈ കൂടാരവാതിൽ, നോക്കണമേ, ഈ കൂടാരവാതിലെ ഈ ചിത്രത്തയ്യൽ ചിത്രക്കാരന് തയ്ച്ചു പിടിപ്പിച്ചതാണ്, എംബോഡി ചെയ്തതാണ്, കൈകൊണ്ട് നെയ്തെടുത്തതാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെയാണ് കാണുന്നത്. ഇബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവൻ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അതാണ് ചിത്രത്തയ്യൽ. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ഈ ഭാഗം നിർത്തിയിട്ട് ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപകൾക്കായി, കരുണകൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ നമ്മുടെ ക്ലാസ് നിർത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന ആ തിരശ്ശീല വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശ്ശീലയെ പറ്റി ഒരു വലിയ സ്റ്റഡിയാണ്. അത് പഠിക്കുവാൻ കർത്താവിന്റെ വരദാംശാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ.